ഇവിടെ മുഅ്ജിസത്തിൻ്റെയും കറാമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ നെസ് ഉണ്ടെങ്കിൽ, അതായത് അന്നൽ മസാജിദില്ല ഇൻ തദ്ഊഹും എന്ന ആയത്തോതണം മക്കയിലുള്ള മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയ ആയത്താണ്. സുന്നികൾ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നടത്തപ്പെടുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് സന്നിഗ്ധ ഘട്ടത്തിൽ സഹായം ചോദിക്കപ്പെട്ട സംഭവം അത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ നിങ്ങളൊക്കെ തെളിവുണ്ട്. അതർത്ഥത്തിൽ സുന്നി നടത്തപ്പെടുന്ന ഇസ്തിഹാസ അത് സഹായം ചോദിക്കാതെ അത് ശിർക്കല്ല, അത് പുണ്യകർമ്മമാണ് എന്നതിന് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ അത് അവരുടെ തെളിവ് ഉദ്ധരിക്കാവുന്നതാണ്. തിരിച്ച് ഞാൻ ചോദിച്ച ചോദ്യം, മഹാന്മാരുള്ള സഹായാർത്ഥന ശിർക്കാണ്. അത് മഹാന്മാരായ ലാത്ത ഉസ്സ മനാത്ത മക്ക മുശ്രിക്കുകൾ മഹാന്മാരായി ഉദ്ധരിക്കപ്പെട്ട മഹാന്മാരുണ്ട്, അത് ശിർക്കാണ് എന്നതിന് പ്രമാണമുണ്ട്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി മഹാനായി നിൽക്കുന്ന സമയത്ത് സഹാബത്ത് ചില വിഷയങ്ങൾ റസൂലുള്ളാഹിനെ സഹായം ചോദിച്ചിട്ടുണ്ട്, അദൃശ്യമായതും അദൃശ്യമല്ലാത്ത സഹായം ചോദിച്ചിട്ടുണ്ട്, അത് ശിർക്കായിരുന്നോ അല്ലേ? അതേ അർത്ഥത്തിലാണ് മുഅ്ജിസത്തിൻ്റെയും കറാമത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള മഹാന്മാരോടുള്ള സഹായ അർത്ഥന ശിർക്കാണ് എന്ന് ഖുർആനിൽ എന്തൊരു ആയത്ത് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ കേൾക്കാൻ തയ്യാറാണ്. നിങ്ങൾ റസൂലുള്ളാഹിനോട് തെളിയിക്കുകയാണെങ്കിൽ ഖുർആനിൽ നിന്ന് തെളിയിക്കുകയാണെങ്കിൽ എന്താ നമ്മൾ പറയുന്നത് മൂപ്പര് കേൾക്കുന്നു. ഞാൻ പേടിച്ചു മൂപ്പര് മുജാഹിദ് ആവോന്ന്. അപ്പൊ അതില്ല, സമാധാനമായി. അപ്പൊ എന്തായിരുന്നാലും ഒരു മുൻകൂർ ജാമ്യം. അതെന്താ, ഇങ്ങനെ കുറെ ആയത്തുകളൊന്നും ഓതണ്ട. ഞങ്ങളുടെ നാട്ടിലൊരു ഒരു ഹാജരുണ്ട്. സംഗതി ഹാജരാണെങ്കിലും ഇടയ്ക്ക് 30 ദിവസം ഒന്ന് പിന്നെ വെള്ളടിക്കും. അപ്പം മൂപ്പരോട് ഇപ്പം നമ്മളെയും പോയിക്കാട് പറയാം, ആചാരങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. അതെന്താ സംഗതി? അല്ല, ഖുർആനിലുണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ. എന്താ മൗലവി, അത് മക്കത്തിറങ്ങിയ ആയത്തല്ല, അത് അപ്പം എനിക്ക് തോന്നുന്നത്. ഞാൻ കുടിക്കാൻ പാടില്ല എന്ന ആയത്തുണ്ടെങ്കിൽ കൊടുന്നോളി, എന്നാ പിന്നെ ഞാൻ നിർത്തിക്കോളാം. എനിക്കും നിങ്ങൾക്കും കഴിയോ കൊണ്ടുപോയി കൊടുക്കാൻ? അപ്പം ഞാൻ കുടിച്ചോട്ടേക്ക്. എത്ര സ്ഥലത്ത് ബാറ് SSF പല മദ്യത്തിനെതിരെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു ഒരു നടന്നുക. ചെല്ലുമ്പോൾ ചോദിക്കുക, അല്ല ക്യാമ്പയിനൊക്കെ അവിടെ കട്ടെ, നിങ്ങൾ ആയത്തോതി. അപ്പം ആയത്ത് നമ്മുടെ ഹംറു അൽ മൈസറു, അത് മക്കത്തിറങ്ങിയ ആയത്ത്, അത് പറ്റൂല. എല്ലാ ആയത്തും മക്കത്തിറങ്ങിയത്. മക്കത്തും മദീനത്തും അല്ലാതെ റസൂല ജീവിച്ച നാടുകളിലല്ലാതെ ഇറങ്ങിയ ഒരായത്തേ ഇല്ല. ആദ്യം അത് മനസ്സിലാക്കുക. കേരളത്തിൽ ഒറ്റ ആയത്തും ഇറങ്ങിയിട്ടില്ല. എന്നുള്ള ഭാഗ്യം റബ്ബമ്മ തന്നിട്ടില്ല. പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാ കേരളത്തിൽ ഒരൊറ്റ ആയത്തും ഇറങ്ങിയിട്ടില്ല, ഇന്ത്യയിലും ഇറങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മക്കത്തുള്ളവൻ ചെയ്ത് എന്താ നമ്മൾ നോക്കേണ്ടത്? അവിടെയാണ് ആയത്തിറങ്ങിയത്. മക്കത്തുള്ളവർക്ക് ഇറങ്ങിയ ആയത്ത് ഒരിക്കൽ മാത്രം വിട്ടുകൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പിന്നെ ഇപ്പം നമ്മളെ മുസാഫിന് ആ ആയത്തൊന്നും നമ്മൾ ഓതേണ്ട ആവശ്യമില്ല, പരിഭാഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ആയത്ത് വരുമ്പോൾ പരിഭാഷക്കാരൻ എന്താ പറയുക, ഇത് നമുക്ക് ബാധകമല്ല. ഖുർആൻ പരിഭാഷകൾ മറിച്ച് നോക്കുമ്പോൾ കോഴിക്കോട് കാതിൻ്റെ പരിഭാഷയോ അല്ലെങ്കിൽ തിരുവങ്ങാട് കാതിൻ്റെ പരിഭാഷയൊക്കെ മറിക്കുമ്പോൾ ഇന്നത് ഒഴുകും അർത്ഥമൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം? ഈ ആയത്ത് നമുക്ക് ബാധകമല്ല. അത് വിട്ടു. ഇനി നിങ്ങൾ തഫ്സീർ ജലാലൈനി നിങ്ങൾ ഓതിയ സാധനമാണ്, കുറച്ച് ഭാഗം മുഴുവനെങ്കിലും. ആ തഫ്സീർ ജലാലൈനിയിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്നിടത്ത് കാണാം ഐ അഹ്ല മദീന, മദീനക്കാരേ. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട് യാ അഹ്ല മക്ക, മക്കക്കാരേ. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന എന്താ? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുവീൻ. യാ അയ്യുഹന്നാസ് ആർക്കാ? മക്കക്കാരേന്നാ. അത് ഓരോട് പറഞ്ഞതാ, നമ്മക്കത് ബാധകല്ല എന്ന് നിങ്ങൾ പറയോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതാലും പറഞ്ഞു, അതൊരു ശരിയായില്ല. ആ ആയത്തൊന്നും നമുക്ക് ബാധകല്ലാതെ ശരിയല്ല. മറിച്ച് ആ ആയത്ത് ഓലെപ്പറ്റി ഇറങ്ങിയെങ്കിൽ ഓല് ചെയ്ത പണി എന്താ നോക്കാലോ. അവർ ചെയ്ത പണി എന്താ, ആ പണി ഇവിടെ ഉണ്ടെങ്കിൽ ആയത്ത് നമുക്ക് ബാധകമാണല്ലോ. അത് അൽഹംദുലില്ലാ, എന്നാ മതി. ഞാൻ കരുതി ഒന്നും പറ്റൂലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ നോക്കാനുള്ള എന്താണ്? അപ്പൊ ആയത്തവരും കിട്ടി. ഒരുപാട് ആയത്തപ്പം അവിടെ ഉണ്ട്. ഉദാഹരണമായിട്ട് ഇൻതദഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമ യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. സൂറത്ത് ഫാത്തിറിലെ 14-ാമത്തെ ആയത്താണ്. അതേപോലെ വമൻ അളലു മിമ്മൻ യദ്ഉ മിൻ ദുനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ എന്നാണ്. സൂറത്ത് അഹ്ഖാഫിലെ 4-5 ആയത്തുകളാണ്. ഇങ്ങനത്തെ ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇവിടെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? അവൻ ചെയ്ത പണി ശിർക്കാണ് എന്നാണല്ലോ അല്ലാഹ് പറഞ്ഞത്. ഇനി ആ പ്രാർത്ഥന എന്താ? ഇമാം ഖുർത്തുബി പറഞ്ഞു, ഇൻ തദ്ഉഹും എന്ന് പറഞ്ഞാൽ ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, വിപത്തുകളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ. വിപത്തുകളിൽ ഒന്നല്ല 2 മിനിറ്റ് തരാം, അത് കഴിയട്ടെ. വിപത്തുകളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ ചെയ്താൽ ആരോട്? 1 ബിംബങ്ങളോട്, 2
ثم يجوز أن يرجع هذا إلى المعبودين مما يعقل كالملائكة والأنبياء والجن والشياطين. ജിന്ന് കേട്ടപ്പോൾ ചെറി ഇപ്പോൾ മനസ്സിലായി ജിന്നിൻ്റെ ആൾക്കാർ പോലാന്നുള്ളത്. അപ്പോൾ മലക്കുകള്, അമ്പിയാക്കള്, ജിന്ന്, ശൈത്താന്മാര്, ഇങ്ങനെ നിങ്ങൾ ആരോട് തേടിയാലും ആരോട് ഇസ്തിഗാസ ചെയ്താലും ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, വിപത്ത് വരുമ്പോൾ നിങ്ങൾ അവിടെ ഇസ്തിഗാസ ചെയ്താൽ ആരോട്? നബിയോട്, വലിയ മലക്കിനോട്, ജിന്നിനോട്, ശൈത്താനോട്, ആരോട് നിങ്ങൾ വിപത്തുകളിൽ ഇസ്തിഗാസ ചെയ്താലും അത് ശിർക്ക് തന്നെ എന്നല്ല പറയുന്നു. അപ്പൊ ഈ പണി അബൂജഹൽ ചെയ്തു, ഓ മുസ്ലിക്കായി. അബൂലഹബ് ചെയ്തു, ഓനും മുസ്ലിക്കായി. മക്കത്തെ മുസ്ലിക്കീങ്ങളൊക്കെ ചെയ്തു, ഓലൊക്കെ ചെയ്ത് ശിർക്കായി. ആ പണി നമ്മൾ ചെയ്താൽ ശിർക്കാകൂല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പം സ്വാഭാവികം പറയാമെന്ത്, അത് ബിംബുണ്ടാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ റസൂൽ എന്താ പറയേണ്ടത്? അബൂജഹൽ ലാത്ത കാര്യപ്പെട്ട ആൾ തന്നെയാണ്, മൂപ്പര് മഹാനായ മനുഷ്യനുമാണ്, കറാമത്തുണ്ടാവാം, അതുകൊണ്ട് തൽക്കാലം കാണിച്ച ബിംബാണ് ഒഴിവാക്കിക്കാള്, ബാക്കി അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഈ കച്ചറൊന്നും ഉണ്ടാവില്ല. ഇബ്രാഹിം നബിന്റെ ബിംബം വെച്ചിട്ട് അബൂജഹൽ തേടി. റസൂൽ എന്ത് പറയാ? അബൂജഹൽ ഇബ്രാഹിം നബി നബിയാന്ന് എനിക്കും അറിയാം, എനിക്കും അറിയാം. നമ്മൾ തർക്കപ്പെടെ ഈ കല്ലിതിനടിയിൽ വേണോ വേണ്ടതാ, ആ ബിംബണ്ട് ഒഴിവാക്ക്. എന്നെന്തയ്യാ തേട്ടൻ ഞാനും ഇതൊക്കെ ഒന്നെ പറ, നമുക്ക് ഉണ്ടാക്കുന്നയ്യാ ഇബ്രാഹിം നബിയേന്ന് തേടാം എന്ന് റസൂൽ പഠിപ്പിച്ചില്ല. മറിച്ച് അവരോട് ഇസ്തിഗാസ ചെയ്താൽ ആ ഇസ്തിഗാസ അവർ കേൾക്കില്ല, കേട്ടാൽ തന്നെയും ഉത്തരം ചെയ്യില്ല, അത് ശിർക്ക് തന്നെ എന്ന് അള്ളാഹ് വ്യക്തമായി ഖുർആനിൽ പഠിപ്പിച്ചു. ഇമാം ഖുർത്തുബി അടക്കമുള്ള മുഫസ്സിങ്ങൾ അത് വിശദീകരിച്ചു. ഒരുപാട് ആയത്തുകൾ സമാനമായി വന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ശിർക്കിനെ മൂടിക്കാൻ പറ്റില്ല. ആ ശിർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കും ആ ആയത്തിനല്ലേ വരിക. അത് എല്ലാം ഇനിയിപ്പോൾ നിസ്കാരത്തിൻ്റെ ആയത്ത് ആർക്കിറങ്ങിയതാ? മദീനത്തെ മുഅ്മിനീങ്ങൾക്ക് ഇറങ്ങിയ നിസ്കാരത്തിൻ്റെ ആയത്ത്. അത് വെച്ചിട്ട് നമ്മളൊരാൾ പറയാം ഞാൻ നിസ്കരിക്കൂല, കാരണം ആയത്ത് അത് മദീനത്തിറങ്ങിയല്ലേ, എനിക്ക് നിസ്കരിക്കാൻ ആയത്തൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അംഗീകരിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ആ ബേസ് ശരിയല്ല. എന്നാൽ ഇങ്ങനെ നബിയാവട്ടെ, വലിയാകട്ടെ, മലക്കാവട്ടെ, ജിന്നാവട്ടെ, ശൈത്താനാവട്ടെ, ആരാവട്ടെ, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലാവട്ടെ അല്ലാതാവട്ടെ, എന്തിനടിസ്ഥാനത്തിലാണെങ്കിലും റബ്ബല്ലാത്തവരോട് വിപത്തുകളിൽ ഇസ്തിഗാസ ചെയ്താൽ ആ ഇസ്തിഗാസ ദുആ ആണ്, ആ ദുആ ശിർക്കാണ്, അത് റബ്ബല്ലാത്തവർക്കുള്ള ആരാധനയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞു, സുയൂത്തി റഹിമത്തുള്ളാഹിയുടെ വാചകം മുജീബ് മുസ്ലിയാർ ശ്രദ്ധിക്കണം, ഇദ്ദേഹത്തെ മനസ്സിലാകുന്നുണ്ട് ഏകദേശം. അപ്പൊ സുയൂത്തിയുടെ അൽ അംറു ബിൽ ഇത്തിബാഅ് എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, വഅന്ന സ്വഹാബ വഖദ് അജ്ദബു മറാത്തിൻ വദഹമതുഹും നവാഇബു ബഅദ മൗതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ല ജാഉ വസ്തസ്ഖു വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ സ്വഹാബി നബി തങ്ങളുടെ ഖബറിൽ വന്ന് ഇസ്തിഗാസ ചെയ്തിട്ടില്ല, ഒരൊറ്റ സ്വഹാബി ഇസ്തിഗാസ ചെയ്തിട്ടില്ല. അപ്പൊ ഇസ്തസ്ഖി ഉമ്മത്തിക സുയൂത്തി അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം, അദ്ദേഹം അത് തട്ടിക്കളഞ്ഞതാണ് എന്നർത്ഥം, അല്ലെങ്കിൽ സ്വഹാബി അല്ല എന്നർത്ഥം. എന്തോ ആവട്ടെ, ഒരൊറ്റ സ്വഹാബി നബി തങ്ങളുടെ ഖബറിൽ വന്ന് ഇസ്തിഗാസ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? നബിക്ക് മുഅ്ജിസത്തുണ്ട് എന്ന് സ്വഹാബിക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ല, സ്വഹാബിക്ക് കറാമത്തുണ്ടെന്ന് സ്വഹാബിക്ക് ചെയ്യാത്തതുകൊണ്ടല്ല, മറിച്ച് അത് വെച്ച് ഇസ്തിഗാസ ചെയ്യാൻ വകുപ്പില്ല എന്ന് തന്നെ സ്വഹാബി മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫഹല്ല ജാഉ വസ്തസ്ഖു വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനി വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ പിന്നെ അടുത്താക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മക്കയിലുള്ള മുശ്രിക്കുകൾക്കും അതേ ആയത്തിനെ മൊത്തത്തിൽ എല്ലാവർക്കും ബാധകമാണ് എന്നാ പറഞ്ഞത്. അങ്ങനല്ലേ മറുപടി പറഞ്ഞേ? അല്ലാന്ന് അഭിപ്രായം അതാ പറയാൻ പോണത്. അല്ലാന്ന് അഭിപ്രായം പറയാൻ പോണത് ഈ ആയത്ത് മക്കത്തെ മുസ്ലിംക്ക് മാത്രമുള്ള ആയത്ത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച മുഅ്മിനീങ്ങൾ മഹാന്മാരോട് ഉള്ള സഹായ അർത്ഥന ഇതിൽ പെടും എന്നതിന് പ്രമാണമായിട്ട് ഇത് ഒന്നും മനസ്സിലാക്കി തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ഒരാള് മഹാന്മാരോടുള്ള സഹായ അർത്ഥന ശിർക്കാണ് എന്നതിന് ഇത് പെടും, ഈ മക്ക മുശ്രിക്കുകൾ സഹായം ചോദിക്കുന്നതിൽ പെടും എന്നതിന് ഖൗലുൽ മൗലവി ലൈസ ബി ഹുജ്ജത്തിൻ ഒരു അസ്ല് ഇതിന് പറഞ്ഞില്ല, ഒരു തെളിവ് പറഞ്ഞില്ല. ഇന്ന തഫ്സീറിൽ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച ഒരാൾ സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഏതെങ്കിലും ഒരു പ്രാമാണിക തഫ്സീർ, നിങ്ങൾ ഈ കുറെ ആയത്തുണ്ടല്ലോ ഖുർആനിൽ, ഈ ആയത്തിൽ ഏതെങ്കിലും ഒരു തഫ്സീർ പറയാൻ പറ്റുമെന്നാണ് എൻ്റെ അടുത്ത ചോദ്യം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച ഒരാള് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം തേടിയാൽ അത് ഈ ആയത്തിൽ പെടും എന്ന് എവിടെയെങ്കിലും പറഞ്ഞോ എന്നാണ്. ഏതെങ്കിലും തഫ്സീറല്ലേ? ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച ഒരാൾ പിന്നെ അങ്ങനെ തേടൂല. ഒന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ റബ്ബിനോട് മാത്രമേ തേടുള്ളൂ. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹനായി അല്ലാതെ മറ്റാരുമില്ല. പ്രാർത്ഥിക്കപ്പെടാൻ, നേർച്ച അർപ്പിക്കപ്പെടാൻ, സത്യം ചെയ്യപ്പെടാൻ, വഴിപാട് കൊടുക്കാൻ, ബലിയർക്കാൻ എല്ലാത്തിനും അർഹൻ അല്ലാഹ് മാത്രം. പിന്നെ അത് വിശ്വസിച്ച ഒരാളെങ്ങനെ ഇതിന് പോവോ? അത് വിശ്വസിച്ച ഒരാൾ ഇതിന് പോവോ? ഇല്ലല്ലോ, പോവില്ല.
ഇനി മറ്റൊന്ന്, അങ്ങനത്തെ ഒരാൾ തേടിയാൽ അത് ഇതിൽ പെടുന്ന ഇവിടെ പറഞ്ഞു എന്നാ. ഈ അല്ല പറഞ്ഞെന്താ, നിങ്ങൾ അവരോട് തേടിയാൽ, ആരോട്? നബിയോട്, വലിയനോട്, മലക്കിനോട്, ജിന്നിനോട്, ശൈത്താനോട് നിങ്ങൾ തേടിയാൽ ആ തേട്ടം ശിർക്ക്. അപ്പൊ സ്വാഭാവികമായി എന്ത് ചെയ്തു? നബിയോടുള്ള തേട്ടങ്ങളൊക്കെ പെട്ടു. ഇനി കിട്ടേണ്ടത് എന്താ? മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തുള്ള തേട്ടത്തിനെ പറ്റി അല്ല അല്ല ഈ പറഞ്ഞത് എന്ന് കിട്ടണം. ഇതിലിപ്പോ എല്ലാം പെട്ടു. നബി കൽമലായി ഒന്ന് ഇൻതസ്തഗീസു ബിഹിം, ഇസ്തിഗാസ ചെയ്താൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്തിഗാസൊക്കെ പെട്ടു. ഫിന്നവാഇബി, വിപത്തുകളിൽ. പിന്നെ അവരാരാണ്? മലക്കും നബിയും ജിന്നും ശൈത്വാനും, നാലും പെട്ടു. അപ്പോൾ അതേ കേൾക്കട്ടെ, ഉത്തരം കേൾക്കട്ടെ. അപ്പോൾ മലക്കും ജിന്നും നബിയും ശൈത്വാനും എല്ലാവരും പെട്ടു. ആരോട് ഇസ്തിഗാസ ചെയ്താലും എന്നാണ് ആ തഫ്സീലുള്ളത്. നിങ്ങൾ ആരോട് ഇസ്തിഗാസ ചെയ്താലും, നബിയോടോ മലക്കിനോടോ ശൈത്താനോടോ ജിന്നിനോടോ വിപൽഘട്ടങ്ങളിൽ ഇസ്തിഗാസ ചെയ്താൽ ശിർക്ക്. ഇനി ആ ഇസ്തിഗാസയിൽ മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തിലുള്ള ചോദ്യം, ആ അടിസ്ഥാനത്തിലുള്ള ഇസ്തിഗാസ പെടുകയില്ല എന്നല്ലേ തെളിയേണ്ടത്? ഇതുപ്രകാരം എല്ലാം പെട്ടു. ആരും കേട്ടിട്ട് പറയും. ഇതുപ്രകാരം എല്ലാം പെട്ടു. ഇനി ഇതിൽ പെടാത്തതുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത്. ഇതിൽ പെടില്ല. ഏത്? മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തുള്ള ചോദ്യം ഈ പറഞ്ഞ ഇസ്തിഗാസയല്ല എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ അതല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് ഇൻതദ്ഉഹും എന്ന ആയത്തോ വമൻ അദ്ലമു മിമ്മൻ യദ്ഉ എന്ന ആയത്തോ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി എന്ന ആയത്തോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആ ആയത്ത് മുസ്ലിങ്ങൾക്കല്ല, റസൂലിനോടാ. ഖുൽ, നബിയെ തങ്ങൾ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ ദുആ ചെയ്യുന്നത് എൻ്റെ റബ്ബിനോട് മാത്രം. അതേതായാലും മക്കത്തെ മുസ്ലിക്കാനല്ലോ, റസൂലിനാണല്ലോ. അപ്പൊ നമുക്കും ബാധകമാണ്. ഇനി ഈ പറഞ്ഞ ആയത്തുകൾ ഏതെങ്കിലും വിശദീകരിച്ച ഏതെങ്കിലും തഫ്സീറിൽ ഈ പറഞ്ഞ വിളിയിൽ മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തിലെ ചോദ്യം പെടില്ല എന്നുണ്ടെങ്കിൽ അതല്ലേ കിട്ടണത്. അല്ലെങ്കിൽ എല്ലാം പെട്ടുന്നല്ലേ. മുഅ്ജിസത്തോട് ചോദിച്ചാലും കറാമത്തോട് ചോദിച്ചാലും അല്ലാതെ ചോദിച്ചാലും ഹയ്യും ഹാദറും ഖാദറും അല്ലാത്ത ഇൻസോ ജിന്നോ മലക്കോ ശൈത്താനോ ഏതോ ആവട്ടെ, ആരോടുള്ള ഇസ്തിഗാസയും അത് ശിർക്ക് തന്നെ എന്ന് വന്നാൽ, ഹയ്യല്ലാത്ത നബി, ഹയ്യല്ലാത്ത വലിയ്, ഹയ്യല്ലാത്ത മലക്ക്, ഹയ്യല്ലാത്ത ജിന്ന്, ഹാദറല്ലാത്ത നബി, ഗായിബായ നബി, ഖാദറല്ലാത്ത നബി ഒക്കെ പെട്ടില്ലേ. പിന്നെ അതിൽ മുഅ്ജിസത്ത് കറാമത്ത് സ്ഥാനത്തിൽ ഇസ്തിഗാസ പെടൂല എന്നാണെങ്കിൽ അതാണല്ലോ കിട്ടേണ്ടത്. ഒന്ന്. മറ്റൊന്ന്, സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞു, സ്വഹാബത്താരും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടും നബി തങ്ങളെ ഖബറിലേക്ക് വന്നിട്ട് മഴയെ തേടിയിട്ടില്ല, വസ്തഗാസു, ഇസ്തിഗാസ ചെയ്തിട്ടുമില്ല. ഒറ്റ സ്വഹാബിയും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ആ സ്വഹാബി പഠിച്ചു ഇൻതദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, ആ സ്വഹാബി പഠിച്ചു വമൻ അദ്ലമു മിമ്മൻ യദ്ഉ, ആ സ്വഹാബി പഠിച്ചു ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ആ സ്വഹാബി പഠിച്ചു വഅന്നൽ മസാജിദ ലില്ലാഹ്. അതുകൊണ്ട് ഒരൊറ്റ സ്വഹാബിയും ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതെങ്കിലും തഫ്സീറിൽ ഇതതിന് ഒഴിവാണ്. മുഅ്ജിസത്ത് കറാമത്ത് ചോദിച്ചാൽ അത് ശിർക്കാവൂല, അല്ലാത്താണ് ഈ പറഞ്ഞ ശിർക്ക് എന്നുണ്ടെങ്കിൽ അതാണല്ലോ മുസ്ലിയാരെ കിട്ടേണ്ടത്. അപ്പം അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഇതിന് നബിമാരോടും മറ്റുള്ളവരോടും ചോദിച്ചാൽ പെടുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. നബിമാരോട് പെടുന്നത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ഇബ്രാഹിം നബിൻ്റെയും മറ്റും വിഗ്രഹങ്ങൾ കഅബയിൽ പ്രതിഷ്ഠിച്ചിട്ട് കാഫിരീങ്ങളായ ആളുകൾ ഇബ്രാഹിം നബിനോട് സഹായം ചോദിച്ചിരുന്നു, അത് പെടും എന്നതാണ്. അത് ഞാൻ ചോദിച്ചത് മുഅ്മിനീങ്ങളായ ആളുകൾ പെടും എന്നതിനാണ് നിങ്ങൾ തെളിവ് പറയേണ്ടത്. അത് ഞാൻ ചോദിച്ചതിന് അത് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു ശിർക്ക് മുഅ്മിൻ ചെയ്താലും ശിർക്ക്, കാഫിർ ചെയ്താലും ശിർക്ക്, മുജാഹിദ് ചെയ്താലും ശിർക്ക്, സുന്നി ചെയ്താലും ശിർക്ക്, സാക്ഷാൽ കാന്തപുരം ചെയ്താലും ശിർക്ക്, ഞാൻ ചെയ്താലും ശിർക്ക്. ശിർക്ക് ആര് ചെയ്താലും ശിർക്ക് അല്ല. ഇതിന് തെളിവില്ലേ? ഇതിന് തെളിവില്ലേ? ശിർക്ക് റസൂലിനോടും പറഞ്ഞു, അപ്പൊ റസൂലിനോട് അടക്കം പറഞ്ഞ എന്താ? നബിയെ, താങ്കൾ ശിർക്ക് ചെയ്താലും താങ്കൾ അമല് പൊളിഞ്ഞു പോകും. ഇനി സൂറത്ത് അൻആമില് 18 നബിമാരെ പേരുണ്ട്. 18 നബിമാരെ പേര്. ആ 18 നബിമാരെ പേരിൽ നിങ്ങളെ ഫോൺ എടുത്തോളി. പണ്ട് മഞ്ചരിക്കുന്നപ്പോൾ ഇങ്ങനത്തെ ഈ ഫോൺ മംഗൾ ചെയ്തു. സൂറത്ത് അൻആമില് 18 നബിമാരെ പേര് പറഞ്ഞു. ഈ 18 നബിമാരെ പേര് പറഞ്ഞിട്ട് ശേഷം 88ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വലൗ അസ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പറയപ്പെട്ട 18 നബിമാര് ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവർ ചെയ്തതെല്ലാം പൊളിഞ്ഞു. അപ്പൊ അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ആദം നബി മുതൽ ഖിയാമത്ത് വരെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒറ്റ നിയമ, ശിർക്ക് ചെയ്താൽ പൊളിഞ്ഞു. ഓട് ചെയ്ത ശിർക്ക് എന്താ?
ലാത്തയെ കാക്കണേ, ഉസ്സയെ രക്ഷിക്കണേ, ഇബ്രാഹിമിനെ സഹായിക്കണേ, ഇസ്മായിലെ സഹായിക്കണേ എന്ന് അവർ തേടി. അവർക്ക് വേണ്ടി നേർച്ച നേർന്നു, അവരെ പേര് സത്യം ചെയ്തു. വബില്ലാത്ത വൽ ഉസ്സ വമൻ ദാന ദീനഹ വബില്ലാഹി ഇന്നല്ലാഹ മിൻഹുന്ന അക്ബറു. ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം, അവയുടെ കീഴ്പ്പെട്ടവരാണ് സത്യം, പടച്ച റബ്ബാണ് സത്യം. പക്ഷെ അവയേക്കാളെല്ലാം വലിയവനാണ് അല്ലാഹ്. നമ്മൾ ചെയ്ത ശിർക്കാതാ. മറ്റൊന്ന്, കന്നുകാലിയും കൃഷിയും ഉണ്ടായാൽ വജഅലു ലില്ലാഹി മിമ്മാ ദറഅ മിൻ ഹർസി വൽ അൻആമി നസീബൻ വഖാലു ഹാദാ ലില്ലാഹി ബിസഅമിഹിം വഹാദാ ലിശുറകാഇനാ. സൂറത്തുൽ അൻആമിൽ കന്നുകാലുണ്ടായാൽ കൃഷി ഉണ്ടായാൽ ഒരു വിഹിതം ഈ മഹാന്മാർക്ക്, ഒരു വിഹിതം റബ്ബിന്. ഹാദാ ലിശുറകാഇനാ, ഇത് നമ്മുടെ ശരീക്കന്മാർക്ക്, ഇത് പടച്ച റബ്ബിന്. അതവൾ ചെയ്ത ശിർക്ക് മറ്റൊന്ന്. അപ്പോൾ സത്യം ചെയ്തു. ഒരു അതേപോലെ മൃഗങ്ങളും അതേപോലെ കൃഷിയിനങ്ങളും അവർക്ക് വേണ്ടി നേർച്ച നേർന്ന് മാറ്റിവെച്ചു. അതേപോലെ അവരോട് സഹായം തേടി. ഇൻ തദ്ഉഹും ഐ ഇൻ തസ്തഗീസു ബിഹിം, ഇസ്തിഗാസ ചെയ്തു. ആ ഇസ്തിഗാസയാണ് അവൾ ചെയ്ത ശിർക്ക് മറ്റൊന്ന്. അതേപോലെ അവര് മഹാന്മാരുടെ പേരിൽ ഒരുപാട് വിശ്വാസങ്ങൾ വെച്ച് പുലർത്തി. ഈ ലാത്തയും ഉസ്സയും മരിച്ചുപോയെങ്കിലും അവർ അള്ളാഹിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഒരു വിശ്വസിച്ചു. വിശ്വസിച്ചു. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലുന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്. മുസ്ലിക്കീങ്ങൾ വിശ്വസിച്ചു. മുസ്ലിക്കീങ്ങൾ വിശ്വസിച്ചു. പോലെ വിശ്വാസം എന്താ? ലാത്തയെയും ഉസ്സയെയും വിളിച്ചു തേടിയ ആളെ വിശ്വാസം എന്താ? ഇവർ അള്ളാഹിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും. ആ വിശ്വാസം നമ്മൾ വിശ്വസിച്ചാലോ? രണ്ടു കണക്കനല്ലേ? ആ വിശ്വാസം നമ്മൾ വിശ്വസിക്കും. ആ കിയാസ് നിങ്ങളെ ഭാഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കൗലുൽ മൗലവി ലൈസ ബി ഹുജ്ജത്തിന് തെളിവല്ല. കൗലുൽ മുദ്ദഇയല്ല. നിങ്ങൾ പറയണം ഇത് അതിപ്പോ നിങ്ങളെ ഭാഗ്യ കിയാസാണ്. അല്ല, അതിനാണ് എന്താ സുഹൃത്ത് നേരത്തെ ആയത്തിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ആ തെളിവായി. ഇപ്പൊ പറയാം നിങ്ങളെ വാക്കാണ്. നേരത്തെ ലൈൻ നഷ്ടത്തായി ആയത്തിൽ ഇപ്പൊ തെളിവല്ലേ? ആ തെളിവ് തന്നെയാണ്. തെളിവാണ്. ചിർക്ക് സുന്നികൾ ചെയ്താലും ആര് ചെയ്താലും നബിമാര് ചെയ്താലും ആര് ചെയ്താലും ചിർക്ക് ചിർക്കനെ സംശയമില്ല. അതേ അർത്ഥത്തിൽ ചിർക്ക് തെളിയിക്കണം. അതാ പറയണത്. ഇപ്പൊ മുശ്രിക്കുകൾ ചെയ്തത് ചിർക്കാണ്, സംശയമില്ല. അതേ അർത്ഥത്തിൽ മഹാന്മാരോടുള്ള സഹായത്തെ ചിർക്കാണ് എന്ന് അതാണ് തെളിയിക്കണത്. നിങ്ങൾ സബൂറായിരിക്കി, കേൾക്കി. ആ പ്രമാണിയും ഒക്കെ ഉണ്ട്. നമ്മളപ്പം പ്രമാണം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രമാണിനെ പിടിച്ചോളി, അപ്പുറത്തുണ്ട്. അപ്പൊ ഏതായിരുന്നാലും എല്ലാം ഇവിടെ ബേജാറാകണ്ട, നിങ്ങൾ ഇരുന്ന് കേട്ടാൽ മതി. ഇവിടെ ശിർക്ക് മുസ്ലിങ്ങൾ ചെയ്താലും ശിർക്ക്, നമ്മൾ ചെയ്താലും ശിർക്ക്. അത് തർക്കമല്ലോ. ആട് ചെയ്താലും ശിർക്ക് ശിർക്ക് തന്നെ, റസൂൾ ചെയ്താലും ശിർക്ക് ശിർക്ക് തന്നെ. ഇനി ഓട് ചെയ്ത ശിർക്ക് എന്താ? അതാണ് നോക്കേണ്ടത്. മുസ്ലിങ്ങൾ ചെയ്ത ശിർക്ക് എന്താ? ലാത്തയും ഉസ്സയും സ്വയം കഴിവുള്ളവരാണ് എന്ന് വിശ്വസിച്ചോ? ഇല്ല. ലാത്തയും ഉസ്സയും ആകാശഭൂമി പടച്ചെന്ന് വിശ്വസിച്ചോ? ഇല്ല. ലാത്തയും ഉസ്സയുമാണ് ലോകത്തിന്റെ റബ്ബ് എന്ന് വിശ്വസിച്ചോ? ഇല്ല. പിന്നെ എന്താ വിശ്വസിച്ചത്? തംലികുഹു വമാ മലക. ലാത്തക്ക് സ്വന്തമായി ഒന്നുമില്ല, അല്ലാഹ് കൊടുത്ത കഴിവേ ഉള്ളൂ. ലാത്താര മഹാനായ മനുഷ്യൻ, ഇബ്രാഹിം നബി ആര മഹാനായ നബി. അവരെ കുറിച്ച് മുസ്ലിക്കുന്ന വിശ്വാസം എന്താ? തംലികുഹു വമാ മലക. റബ്ബേ, ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിമും ഇസ്മായിലും എല്ലാം നിന്റെ ഉടമാവകാശത്തിന് കീഴിൽ, അവർക്ക് സ്വന്തമായി ഒന്നുമില്ല. ഒരു വിശ്വസിച്ചു. പിന്നെ എന്തിനാ അവരോട് തേടിയത്? 3 കാര്യം. 1, ലിയുഖദ്ദിബൂന ഇലല്ലാഹി സുൽഫ, റബ്ബിലേക്ക് അടുപ്പിക്കാൻ. 2, ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഈ ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിം നബിയും എല്ലാം അള്ളാഹിന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. 3, ഇന്നാ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങളെ പിതാക്കന്മാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കാക്കക്കാരന്മാർ ഇങ്ങനെ ചെയ്തത്, ഞങ്ങളെ പൂർവികന്മാർ ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ. അതാണ് ഇവിടെയും നടക്കുന്നത്. അത് മുഅ്മിൻ ചെയ്താലും അങ്ങനെ തന്നെ. അത് തെളിവ് ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ അബൂ വാഖിദുൽ ലൈസി എന്ന സ്വഹാബി പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. ആ പോകുന്ന സമയത്ത് ഞങ്ങൾ മുസ്ലിക്കീങ്ങളുടെ ഒരു മരത്തിന് സമീപം നടന്നുപോയി. സ്വഹാബിയാണ് പറയുന്നത്. മുസ്ലിക്കീങ്ങളുടെ മരത്തിന് സമീപം നടന്നുപോയി. ആ മരത്തിൽ മുസ്ലിക്കീങ്ങൾ വാള് തൂക്കിയിട്ട് ആ വാളുമായി പോയി യുദ്ധം ചെയ്താൽ അതിനെന്തോ ഒരു പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന മരമായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞങ്ങൾ നബിയോട് പറഞ്ഞു, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. റസൂലേ, അവർക്കൊരു മരമുള്ളത് പോലെ നമുക്കും ഒരു മരം വേണം. എന്തായിരുന്നാലും സ്വയം കഴിവുള്ള ഇലാഹായ മഅബൂദായ ഒരു മരം വേണമെന്ന് സ്വഹാബി ചോദിക്കുക എന്ന് ഉറപ്പാണല്ലോ. അപ്പൊ വാള് തൂക്കാൻ മരം വേണം. വാള് ചുമന്ന് കുഴങ്ങി ക്ഷീണിച്ചിട്ട് തൂക്കിയിടാൻ മരമാണോ ചോദിച്ചത്? അതല്ലതാനും. പിന്നെ എന്തിനാ? അവർക്കൊക്കെ മരമുണ്ടല്ലോ നബിയെ, നമുക്കും ഒരു മരം. എന്താ റസൂല് പറഞ്ഞത്? ഹാദാ കമാ ഖാല ഖൗമു മൂസാ ലിമൂസാ ഇജ്അൽ ലനാ ഇലാഹൻ
കമാലഹും ആലിഹ, ഞങ്ങൾക്കും വേണം ഒരു ഇലാഹ് എന്ന ചോദ്യത്തിന് തുല്യമാകുന്നു സഹാബ. ഇത് ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ആ മുശ്രിക്കീങ്ങൾ ചെയ്തത് ഈ മുഅ്മിനീങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമം കണ്ടപ്പോഴേക്ക് പോലും നബി തങ്ങൾ പറഞ്ഞു ഈ ഇലാഹ് വേണമെന്ന് പറയും പോലെയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബയുടെ സമീപത്ത് നിൽക്കുമ്പോൾ ഒരാൾ പറയുന്നു ലാ വൽ കഅബ, ഇല്ല കഅബയാണ് സത്യം. അദ്ദേഹം തിരുത്തി കൊടുത്തു, പറയാൻ പാടില്ല ലാ വറബ്ബൽ കഅബ എന്ന് പറഞ്ഞു. കഅബന്റെ റബ്ബാണ് സത്യം എന്നേ പറയാവൂ, മറ്റു പറയാൻ പാടില്ല. അപ്പം മുഅ്മിൻ ചെയ്താലും ആ സംഗതി ശിർക്കായി മാറുമെന്നർത്ഥം. അതേപോലെ തന്നെയാണ് ഇൻ തദ്ഉഹും, നിങ്ങൾ ദുആ ചെയ്താൽ അഥവാ ഇൻ തസ്തഗീസു ബിഹിം, ഇസ്തിഗാസ ചെയ്താൽ ആരോട്? കൽ അംബിയാഇ വൽ മലായികത്തി, കൽ മലായികത്തി വൽ അംബിയാഇ വൽ ജിന്നി വസ് ശൈത്താനി, ജിന്നോ മലക്കോ ശൈത്താനോ അംബിയാക്കളോ ഏതോ ആവട്ടെ, അതുകൊണ്ട് അത് ശിർക്ക് തന്നെ. പിന്നുള്ള പ്രശ്നം എന്താ? ഓലെ ബിംബം വെച്ച് പൂജിച്ചു. ബിംബം വെച്ചു എന്നതല്ല മുസ്ലിക്കാവാൻ കാരണം, ഓലെ വിശ്വാസമാണ് ശിർക്കിലേക്ക് എത്തിച്ചത്. ആ വിശ്വാസമാണ് ബിംബത്തെ ഉണ്ടാക്കിച്ചതവരെ കൊണ്ട്. ആ വിശ്വാസം എന്താ? ഇവൻ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും, ഇവൻ ഞങ്ങൾ റബ്ബിലേക്ക് അടുപ്പിക്കും, അതാ വിശ്വാസം. ആ വിശ്വാസമല്ലേ ഇവിടെയും ഉള്ളത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്നതും ശിർക്ക് തന്നെ, ഇവിടെ നടക്കുന്നതും ശിർക്ക് തന്നെ. കാരണം ഇവർ റബ്ബിലേക്ക് അടുപ്പിക്കുന്നു വിശ്വസിക്കുന്നു, ഇവർ ശുപാർശ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ആ അടിസ്ഥാനത്തിൽ നബിയോട് തേടുന്നു. മാത്രവുമല്ല നബിയുടെ അടിമയാണ് ഞങ്ങളെന്ന് ശറഫ്നാമിൽ പറയുന്നു. അബ്ദുക്കൽ മിസ്കീൻ യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ, റസൂലെ താങ്കളുടെ മിസ്കീനായ അടിമയാണ് ഞങ്ങൾ, താങ്കളുടെ ഔദാര്യം ആഗ്രഹിക്കുന്ന നബിയെ, രക്ഷിക്കണേ നബിയെ, അഭയം നൽകണേ നബിയെ എന്നവിടെ പറയുന്നു. പാപം പൊറുക്കാൻ വേണ്ടി പറയുന്നു. അതേപോലെ മറ്റു പല ആവശ്യങ്ങളും പറയുന്നു. അപ്പോൾ ഇതും ശിർക്ക്, അതും ശിർക്ക്. അബൂജഹൽ ചെയ്താൽ ശിർക്ക്, അബൂബക്കർ ചെയ്താൽ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് അബൂജഹലും പറഞ്ഞാൽ പഠിച്ചോ ഇതെന്ത് ന്യായ, ഞാൻ ചെയ്തപ്പോൾ അതിന് വലിയ പ്രശ്നം, ഇവരൊക്കെ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല എന്നാ അബൂജഹലും പറയില്ലേ, അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവരെ വിശ്വാസമാണ് അവൾ ചെയ്ത് ശിർക്കാക്കിയത്. ആ വിശ്വാസം ഇവിടെയുണ്ട്. അതേതാ വിശ്വാസം? തംലിക്കുഹു വമാ മലക, അല്ലാഹ് കൊടുത്ത കഴിവേ ഉള്ളൂ, സ്വന്തം കഴിവില്ല, സ്വയം കഴിവില്ല, കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് അവർ തന്നെ അവരെ വിശ്വാസം പഠിപ്പിച്ചു. അത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസിന്റെ ഭാഗമായി നമുക്ക് ആ പ്രയോഗം അവിടെ കാണാനും സാധിക്കുന്നു. അതുകൊണ്ട് അവരുടെ ആ വിശ്വാസം ഇവിടെയുണ്ട്. അതിനാൽ ഇതും ശിർക്ക് തന്നെ.